ഇതാണ് ഇന്നത്തെ റൂമിലെ സ്പെഷ്യൽസ്. അവക്കാഡോയും പഴവും കൂടി ഇട്ട ഷേക്ക്, മനാക്കേഷ്, ഫ്രൂട്ട്സ്, വെജ് ബർഗർ, ബാക്കി കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ റൂം. അത് നമുക്ക് രാത്രി കുബൂസിലൂടെ കഴിക്കാനുള്ള ചിക്കൻ കറിയും ഇത് തന്നെ ആയിരിക്കും. രാത്രി മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ. രാത്രി നിസ്കരിച്ച് താഴെ കഴിഞ്ഞിട്ട് ഇത് നമുക്ക് മഗ്‌രിബ് നിസ്കരിച്ചിട്ട് കുടിക്കാനുള്ള കഞ്ഞി. ഇതിപ്പം അബുദാബിയിൽ നിന്ന് സൗദിയിലേക്ക് പോണ റൂട്ടിലാണ്. ആരുമില്ല, മരുഭൂമിയാണ്. ഹായ്, ഹലോ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും നോമ്പിൻ്റെ ഇടയ്ക്ക് ഒരു വ്ളോഗ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ നല്ല തിരക്കായിപ്പോയി കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഇന്നിപ്പം നോമ്പ് തീരാറായി. നോമ്പ് ഏകദേശം എനിക്കന്ന് 26ാമത്തെ നോമ്പാണ്. അപ്പോൾ പറഞ്ഞു തന്നത് ഇന്നും ശരിക്കും പ്ലാൻഡ് വ്ളോഗൊന്നുമല്ല. എൻ്റെ ബോസ് ഫാസിൽ സർ, ഇപ്പോൾ ഫാസിൽക്ക് നമ്മളെ നോമ്പ് തുറക്കാനായിട്ട് വിളിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ്. ഇനി അപ്പം ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് ഷെയർ ചെയ്യാം. ഫാസിൽക്കൊക്കെ ഇപ്പം 2 മക്കളാണ് ഉള്ളത്, ഇഷൽ ആൻഡ് ഈവ. 2 കൊച്ചു പിള്ളേരാണ്. അപ്പം ഞാൻ പോണ വഴിക്ക് അവർക്ക് എന്തെങ്കിലും സ്വീറ്റ്സും കൂടെ വാങ്ങിച്ചിട്ട് പോകാറ്. അപ്പം അതിനായിട്ട് ഇവിടെ എൻ്റെ തൊട്ട് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ താഴെ തന്നെ ലുലു ഉണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോയിട്ട് സാധനം കൂടെ വാങ്ങിച്ചിട്ട് നമുക്കിത് അങ്ങോട്ട് പോയി. ഇവിടുന്ന് ഏകദേശം വളരെ അടുത്താണ്, കോർണിഷിലാണ് വീട്. നടന്നുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ മിക്കവാറും ടാക്സിയിലായിരിക്കും പോകാൻ പോണത്. ഇപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിന് തൊട്ട് താഴെ തന്നെ ലുലു ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതാ എൻ്റെ ഫ്രണ്ടിലെ സൈക്കിൾ പാത്ത് അങ്ങ് അറ്റം വരെ കോർണിഷ് വരെ ഇതേപോലെ പോകുന്നുണ്ട്. അങ്ങ് മെറീന മോൾ വരെ പോകാൻ പറ്റും. അപ്പം സംഭവം ഇവിടുത്തെ വ്ളോഗൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. നോമ്പ് സമയത്ത് തിരക്കായി പോയി. അപ്പോൾ പ്രശ്നം എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് ദുബായിലേക്ക് വീണ്ടും ട്രാൻസ്ഫർ ആയിരിക്കാം. അപ്പം സംഭവം എനിക്ക് ഒരു നല്ലൊരു പ്രോജക്റ്റ് എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. എക്സ്പോ 2020 പ്രോജക്റ്റ് ഇൻചാർജ് ആക്കി എന്നെ അസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ അതിനായിട്ട് ദുബായ് പോവാണ്. അപ്പം വലിയൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കിട്ടാൻ പറ്റാവുന്ന ഒരു ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അപ്പം അതൊക്കെയാണ് ആ വിശേഷങ്ങൾ.
പിന്നെ വേറെ കാര്യം, വ്ളോഗിന് ചിലപ്പം വാലും തുമ്പൊന്നും ഉണ്ടാകത്തില്ല. കാര്യം ഇത് പല സമയത്ത് പിടിച്ച വീഡിയോകളായിരിക്കും. ഇത് ഏത് ഭാഗത്ത് വരുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഓരോ പ്രാവശ്യം വ്ളോഗ് പിടിക്കണമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കും. പക്ഷേ സമയം കിട്ടാറില്ല എഡിറ്റ് ചെയ്യാൻ, അതാണ് വാസ്തവം. ഓഫീസിൽ നിന്ന് കഴിഞ്ഞാലും തളരും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നേരെ ദുബായിൽ നിന്ന് വരുന്ന റോഡാണ്. അതെന്ന് പറയുന്നത് നേരെ ദുബായിൽ നിന്ന് വരുന്ന റോഡാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് അങ്ങോട്ട് പോകുമ്പോഴായിരുന്നു മറ്റേ മീന ഫിഷ് മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നത്. നമ്മളിത് അതിൻ്റെ ആ ബിൽഡിംഗ് ഓർമ്മയുണ്ടോ? അത് NDAV ബാങ്ക് ആയിരുന്നു. അതിപ്പോൾ മാറി FAB ആയി. അതിന് നേരെ ഈ സൈഡിലായിരുന്നു നമ്മുടെ ബിൽഡിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് കോർണിഷാണ്. നമ്മളിത് നേരെ പോയി കഴിഞ്ഞാൽ അങ്ങറ്റത്താണ് മറീന മോളൊക്കെ വരുന്നത്. കിലോമീറ്റർ 3.6 കിലോമീറ്റർ ഉള്ളൂ എൻ്റെ അവിടെ നിന്ന്. പിന്നെ സന്ധ്യയായി, തളർച്ച ഉണ്ടാവുന്നതാണ് പിന്നെ ടാക്സിയിൽ വരാമെന്ന് കരുതിയത്. അപ്പം അങ്ങനെ ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ഹലോ, പേരെന്താ പറഞ്ഞേ? ഏത് ക്ലാസ്സിലാ? UKG ഉള്ളു. എന്നിട്ട് ഓൺലൈൻ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? എന്തൊക്കെയാ പറഞ്ഞാൽ ഒരു അപ്പം അങ്ങനെ വെള്ളിയാഴ്ച വന്നിരിക്കുകയാണ്. പള്ളിയിലേക്ക് പോകണം. ഇവിടെ 12:30ക്കാണ് നമസ്കാരം. പക്ഷേ നമ്മള് ഒരു 11:45 പോയില്ലെങ്കിൽ പള്ളിയുടെ അകത്ത് സ്ഥലം കിട്ടില്ല. നല്ല പുറത്തൊക്കെ ഉണ്ട്. ഇപ്പം നല്ല ചൂടാണ്, നല്ല വെയിലാണ്. തളർന്നു കേട്ടോ. കുറച്ച് ഇപ്പം പൊള്ളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ കാർപ്പറ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ സ്വന്തം മസാല കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ സമ്മതിക്കില്ല. പിന്നെ ചില പള്ളികളിൽ അവരൊരു പ്ലാസ്റ്റിക് ഷീറ്റ് അവർ തന്നെ തരും യൂസ് ചെയ്യാനായിട്ട്. അപ്പം ഇനി പള്ളിയിലേക്ക് പോകണം. ആ കാണുന്ന വെള്ള ബിൽഡിംഗ് ആണ് പള്ളി. ഇവിടെ നിന്നിട്ട് 1 മിനിറ്റ് നടക്കാനുള്ള ദൂരമാണ്. ഇന്ന് വീണ്ടും നോമ്പ് തുറ പുറത്തുനിന്നാണ്. മറ്റേ എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ മനാസ് ഉസ്മാൻ, അപ്പോൾ അവരുടെ വീട്ടിൽ അവരുടെ റൂമിലാണ് നോമ്പ് തുറ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് സാധനം എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതുന്നു.
അങ്ങനെ ലുലുവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിലെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇനിയിപ്പം അവരുടെ റൂമിലേക്ക് നടക്കുകയാണ്. ഇവിടെ നിന്ന് 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇതെല്ലാം അടുത്തടുത്താണ്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ അവരുടെ റൂമിലെത്തിയിട്ട്. അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോവാണ്. വിഷമമുണ്ടോ? ഓക്കെ, എല്ലാം പറയണ്ട. ഒരുപാട് അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു. എല്ലാം നിനക്ക് അവസാന വാക്കുകൾ എനിക്ക് വേണ്ടിയിട്ട്. പാവം വിഷമമുണ്ട് ഒരുപാട്. പക്ഷെ നല്ലൊരു കാര്യത്തിനാണ് നീ പോണേന്ന് ആലോചിക്കുമ്പോൾ. അതെ. അപ്പൊ അങ്ങനെ ഈ ഒരു സുന്ദരമായ ഓഫീസിന് വിട പറഞ്ഞ് ഞാൻ പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ വഴിയെ. അങ്ങനെ ലാസ്റ്റായിട്ട് അബുദാബി ഓഫീസിൽ നിന്ന് ഈ വർഷത്തേക്ക് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാൻ പോവാണ്. വർക്ക് ചെയ്യാൻ പോണ പ്രോജക്റ്റാണ്. എൻ്റെ വഴിയാണ് കാണിച്ചത്.